ദില്ലിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ വിവാദ പരാമർശത്തിൽ ടി.ജി. മോഹൻദാസ് അറസ്റ്റിൽ. കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരത്ത് എത്തിച്ചു. 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. കലാപ ആഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ദില്ലിയിലെ CJP സമരം, അതിനിടെ വിദ്യാർത്ഥികൾ അവിടെ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ വിവാദ പരാമർശം നടത്തി ടി.ജി. മോഹൻദാസ് എന്നാണ് കേസ്. അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നടപടിക്രമങ്ങൾ? എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? ടി.ജി. മോഹൻദാസിനെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തിന് കൊച്ചിയിലെ വസതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരുന്നു. കാരണം തിരുവനന്തപുരത്തെ സൈബർ പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പുലർച്ചെ, അർദ്ധരാത്രി പുലർച്ചെ 1:30 തിരുവനന്തപുരത്ത് എത്തിച്ചത് ടി.ജി. മോഹൻദാസിനെ. അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിനുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ഇന്നലെ കൊച്ചിയിൽ വെച്ച് തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഇന്ന് 11 മണിക്ക് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് പോലീസ്. കാരണം കസ്റ്റഡിയിൽ വാങ്ങേണ്ട തെളിവുകളൊക്കെ വേണ്ടത്ര രീതിയിൽ അവർ ശേഖരിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകളൊക്കെ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ തന്നെ ഡിജിറ്റൽ രേഖകളൊക്കെ തന്നെ, തെളിവുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയോ തെളിവെടുപ്പോ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പോലീസ്. ഇന്ന് 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ 7 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള ആ രീതിയിലുള്ള വകുപ്പുകൾ തന്നെയാണ് ടി.ജി. മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ വിവാദ പരാമർശം നടത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇത്രയേറെ കേസായിട്ടും ഇത്രയേറെ വിവാദവും വിമർശനമൊക്കെ ഉണ്ടായിട്ടും ആ വീഡിയോ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയും കേസ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത് 7 വർഷത്തെ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷനും അഭിഭാഷകനും തമ്മിലുള്ള പ്രതിവാദങ്ങൾക്കിടെ മാത്രമേ എത്രത്തോളമാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായപരിധിയും പ്രായമൊക്കെ തന്നെ കണക്കിലെടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി കണക്കിലെടുത്താണ് നിലവിൽ കസ്റ്റഡി വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. പിന്നെ മറ്റൊന്ന് പറയേണ്ടത്, ഇന്നലെ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡി എടുക്കുന്ന സമയത്തൊക്കെ തന്നെ പ്രതിഷേധവുമായി പ്രവർത്തകരൊക്കെ രംഗത്തെത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിലൊക്കെ തന്നെയും പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തും. അത് പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്.